ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാത്തിനും ഇനി ഒരു വഴിയേ ഉള്ളൂ. നമ്മൾ വിവാഹം കഴിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ കയറുന്നു. കിരണിനെ അപമാനിച്ചു വിട്ടവർ കിരണിനെ അംഗീകരിക്കും. അംഗീകരിപ്പിക്കും ഞാൻ. കിരൺ എന്താ കോൾ ചെയ്യാത്തത്? അങ്കിളിനെ കണ്ടിട്ട് ഇതുവരെ ഇറങ്ങിയില്ലേ? അങ്ങോട്ടൊന്നും വിളിച്ചു നോക്കാം. കിരൺ എന്താ കോൾ എടുക്കാത്തത്? ചിലപ്പോ അങ്കിളുടെ അടുത്ത് നിന്ന് ഇറങ്ങി കാണത്തില്ല. ഒന്ന് പോയി നോക്കിയാലോ? ചേട്ടാ, അടുത്ത ജംഗ്ഷൻ വരെ ഒന്ന് വണ്ടി കയറി. ചേട്ടാ, ഒന്ന് അടുത്ത ജംഗ്ഷൻ വരെ പോണായിരുന്നു. എന്റെ മകനാണ് എനിക്ക് പോലും ഉറപ്പില്ലാത്ത ഞാൻ എങ്ങനെ നിന്നെ അംഗീകരിക്കും? അതിനുശേഷം ആരെങ്കിലുമായി ശുഭയ്ക്ക് ബന്ധമുണ്ടായിരുന്നെന്ന് ഞാനവനറിയുന്നു. ചേട്ടാ, വണ്ടി നിർത്തും. എന്തെങ്കിലും പറ്റിയോ? ഒന്നുമില്ലട്ടാ, എന്റെ മിസ്റ്റേക്കാ. കുഴപ്പമില്ലല്ലോ അല്ലേ? സോറി. കിരൺ, ഒന്നും പറ്റിയില്ലല്ലോ? എന്താ ഇത്? കിരൺ എന്താ ഇങ്ങനെ ശ്രദ്ധയില്ലാതൊക്കെ നടക്കുന്നേ? എന്താ പറ്റിയത്? അവിടെ എന്താ ഉണ്ടായത്? ഞാൻ ആരുമില്ലാത്തവനാണോ? ഇത്രയും നശിച്ചൊരു ജന്മം ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല. എന്നെ ആർക്കും വേണ്ടടോ. ഞാൻ അയാളുടെ ആരുമില്ലെന്ന് അയാൾ പറഞ്ഞു. എന്റെ അമ്മയ്ക്ക് വേറെ ആരിലും ഉണ്ടായതാണ് ഞാനെന്ന് പറഞ്ഞു. കിരൺ എന്തൊക്കെ പറയുന്നേ? ഇനി ഈ ജീവിതം എനിക്ക് എന്തിനാ? ഇത്രയും നാളും ഇവരെ കൊണ്ടായിട്ടാണോ കിരൺ ജീവിച്ചത്? അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ തകരാനുള്ള മനക്കരുത്തെ കിരണിനുള്ളൂ. കിരൺ ആരുമില്ലെന്ന് ആരാ പറഞ്ഞേ? ഞാനില്ലേ കിരണിന്റെ കൂടെ? ഇത്രയും നാളും ഞാനുണ്ടായിരുന്നല്ലോ. ഇനിയും എന്നും ഞാൻ കിരണിനൊപ്പം ഉണ്ടാവും. മഹാദേവൻ അങ്കിള് ഇപ്പൊ ഇങ്ങനെയെല്ലാം മാറ്റി പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉടനെ അംഗീകരിച്ചു കൊടുക്കുവോ? ഇനി സത്യം മറച്ചു വെക്കാൻ നമ്മൾ ആരെയും സമ്മതിക്കില്ല. കിരണിനെ അപമാനിച്ചിറക്കി വിടാൻ അവര് ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതേ വീട്ടില് അധികാരത്തോടെ തന്നെ നമ്മൾ കയറിയിരിക്കും. അതിലിനി ഒരു താമസവും വേണ്ട. നമുക്ക് വേണ്ടി മരിച്ച ആദ്യസേട്ടന് നീതി കിട്ടണം. എന്റെ അമ്മയ്ക്കും കിരണിന്റെ അമ്മയ്ക്കും നീതി കിട്ടണം. കിരണിനെ മകനായി അങ്കിൾ അംഗീകരിക്കണം. എല്ലാത്തിനും ഇനി ഒരു വഴിയേ ഉള്ളൂ. നമ്മൾ വിവാഹം കഴിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ കയറുന്നു. കിരണിനെ അപമാനിച്ചു വിട്ടവർ കിരണിനെ അംഗീകരിക്കും. അംഗീകരിപ്പിക്കും ഞാൻ.
ഭാർഗവ, ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? നമ്മുടെ അഞ്ജുവിനൊരു പയ്യനെ നോക്കുന്ന കാര്യം ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നില്ലേ? ആ, ഞാൻ അന്വേഷിക്കുന്നുണ്ട്. നല്ല ആലോചന വന്നാ നമുക്ക് നോക്കാം. അതല്ല ചേച്ചി, നീരജ് ചെറിയമ്മ ഒരു പയ്യനെ പറ്റി പറഞ്ഞിരുന്നു. ചെറിയമ്മയോ? അതെ, ചെറിയമ്മയുടെ ചേട്ടന്റെ മകനാ പയ്യൻ. അവര് നോക്കുന്നതും അഞ്ജുവിനെ പോലെ ഒരു സാധാരണ പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്. ആ പയ്യനെ ചേച്ചിക്ക് അറിയായിരിക്കുമല്ലോ. അതാ ഞാൻ ചേച്ചിയോട് തന്നെ അഭിപ്രായം ചോദിക്കാൻ വന്നേ. ആ ബന്ധം നമുക്ക് വേണ്ട മോളെ. അതെന്താ ചേച്ചി? അത് ശരിയാവില്ല. അതെന്താ പൂർണിമേ? എന്റെ ചേട്ടന്റെ മോനെ അഞ്ജനിക്ക് ആലോചിച്ച എന്താ കുഴപ്പം? അഞ്ജന ഒരു പാവം കുട്ടിയാ ചെറിയമ്മേ. അവക്ക് ആ പയ്യൻ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൂർണിമ, നീ ഇപ്പൊ ഈ പറയുന്നത് ശരിയല്ല കേട്ടോ. ഇതിപ്പം നീരജയുടെ കുടുംബക്കാരെ അവമാനിക്കുന്ന കണക്കല്ലേ നീ സംസാരിക്കുന്നത്? കുടുംബക്കാരെ മൊത്തം അല്ലല്ലോ ചെറിയച്ഛൻ ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞത് ആ പയ്യനെ കുറിച്ച് മാത്ര. അവന്റെ സ്വഭാവം ശരിയല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ ഞാനിത് വേണ്ടാന്ന് പറഞ്ഞത്. നീ ഒരു മാതിരി വൃത്തിയോട് പറയല്ലേ പൂർണിമേ? നിനക്ക് പൃഥ്വി എങ്ങനെയാണോ എനിക്ക് അങ്ങനെയാണ് അവൻ. അല്ലെങ്കിലും മറ്റുള്ളവരെ അപമാനിച്ച് സംസാരിക്കുന്ന സ്വഭാവം നിനക്ക് പണ്ടേ ഉള്ളതാണ് കേട്ടോ പൂർണിമ. ഞാൻ ആരെ അപമാനിക്കാൻ ഒന്നും പറഞ്ഞിട്ടില്ല ചെറിയച്ച. അഞ്ജുനെ നമുക്ക് നേരിട്ട് അറിയാവുന്നത് പോലെ തന്നെ ആ പയ്യനെ നമുക്കറിയാവുന്നതല്ലേ. അച്ഛനില്ലാതെ വളർന്നൊരു പെൺകുട്ടിയാ അഞ്ജു. അഷി പറഞ്ഞതുപോലെ ഗിരിജാന്റിയുടെ സ്വപ്നമാവും അഞ്ജുവിന്റെ കല്യാണം. അങ്ങനെയുള്ളപ്പോ അവരെ മനഃപൂർവ്വം ദ്രോഹിക്കുന്നത് ശരിയല്ലാന്ന് എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ. അപ്പോ ആ പയ്യന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലേ? പ്രശ്നങ്ങളില്ലാത്ത ആരാ മോളെ ഈ കൂട്ടത്തില്? എല്ലാം തികഞ്ഞായിട്ട് ആരെങ്കിലും കിട്ടുവോ? പിന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ എല്ലാവരുടെയും സ്വഭാവത്തിൽ ഉണ്ടാവും. അതെ, ആ പൃഥ്വിയുടെ സ്വഭാവം വലുതായിട്ട് അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ പൂർണിമ അഷിതയെ കല്യാണം ആലോചിച്ചത്. കല്യാണം കഴിയുമ്പോ ചിലപ്പോ പൃഥ്വി നന്നാവുന്ന് കരുതിയിട്ടല്ലേ കല്യാണം നടത്തിയത്. ഞാനും അത് തന്നെയാ കരുതിയത്. അതിന് പൃഥ്വിക്ക് എന്താ കുഴപ്പം? പൃഥ്വിക്ക് വേറെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ചെറിയൊരു ഉത്തരവാദിത്തക്കുറവ്. പക്വതയുള്ളൊരു പെൺകുട്ടി ഒപ്പം ഉണ്ടായാ അത് മാറുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അത് തന്നെയാ ഞാനും കരുതിയത്. അതാ ഈ കല്യാണം ആലോചിക്കാന്ന് പറഞ്ഞത്. ഈ കാര്യത്തില് പൂർണിമയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അല്ലെങ്കിലും നമ്മുടെ കാര്യം വരുമ്പോ പൂർണിമയ്ക്കൊരു വ്യത്യാസം കാണിക്കല് പതിവാ. മോശമായിപ്പോയി, വളരെ വളരെ മോശമായിപ്പോയി. അഷി, അഷി ഇതൊന്നും കാര്യാക്കണ്ട. കല്യാണക്കാര്യത്തിൽ തീരുമാനം എടുക്കുമ്പോ നന്നായിട്ട് ആലോചിക്കണം. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും.